Hi friends, welcome back to Nijinas Kitchen. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു മരുന്നുണ്ടിയുടെ റെസിപ്പിയുമായിട്ടാണ്. നമ്മൾ പണ്ട് മുതലേ മരുന്ന് കഞ്ഞി പോലെ തന്നെ കർക്കിടക മാസത്തിൽ എല്ലാവരും കഴിക്കുന്ന ഒരു ഔഷധമാണ് ഈ മരുന്നുണ്ട എന്ന് പറയുന്നത്. നമ്മുടെ ഈ കർക്കിടക മാസത്തിൽ നമുക്ക് പലവിധ അസുഖങ്ങൾ പിടിപെടാനുള്ള സാധ്യതയുണ്ട്. പെട്ടെന്ന് ഈ വെയിലൊക്കെ മാറിയിട്ട് മഴ പെയ്യുന്നത് കൊണ്ട് തന്നെ അന്തരീക്ഷമൊക്കെ ഒന്ന് തണുത്തിരുന്നത് കൊണ്ട് നമുക്ക് ജലദോഷങ്ങളും ശരീരവേദനയും മറ്റു പല അസുഖങ്ങളും വരുന്നൊരു സമയമാണ്. നമ്മുടെ ത്രിദോഷമായ വാദം, കഫം, പിത്തം എന്നിവയുടെ അസന്തുലിതാവസ്ഥയുള്ളൊരു കാലമാണിത്. അപ്പോൾ ഈ ത്രിദോഷങ്ങളുടെ സന്തുലനാവസ്ഥയ്ക്കും നമ്മുടെ ശരീരവേദന മാറാനും രോഗപ്രതിരോധ ശേഷി കൂട്ടാനും കൂടി വേണ്ടിയാണ് നമ്മൾ ഈ മരുന്നുണ്ട കഴിക്കുന്നത്. ഇത് നമുക്ക് പ്രായഭേദമന്യേ എല്ലാവർക്കും കഴിക്കാവുന്നതാണ്. അതുകൊണ്ട് തന്നെ സ്ത്രീയെന്നോ പുരുഷനെന്നോ വ്യത്യാസമില്ലാതെ നിങ്ങളുടെ വീട്ടിലെ എല്ലാവർക്കും ഒന്നോ രണ്ടോ മരുന്നുണ്ട വീതം നിങ്ങൾക്കിത് കഴിക്കാം. എന്ന് കരുതി നിങ്ങൾ വളരെ ചെറിയ കുട്ടികൾക്ക് ഒരിക്കലും ഇത് കൊടുക്കരുത്. അപ്പോൾ നമുക്ക് ഇന്ന് പെട്ടെന്ന് തന്നെ മരുന്നുണ്ട എങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കാം. ഇതിനായിട്ട് കുറച്ച് സാധനങ്ങൾ ആവശ്യമാണ്. ഈ മരുന്നുണ്ടി ഉണ്ടാക്കിയെടുക്കാൻ ആവശ്യമായ മരുന്നുകൂട്ടുകളൊക്കെ നിങ്ങൾക്ക് അങ്ങാടി കടകളിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫ്ലാറ്റിലൊക്കെയാണ് താമസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈനിലും ഇത് വാങ്ങിക്കാൻ കിട്ടും. ഞാനിപ്പോൾ ഇതിനാവശ്യമായ സാധനങ്ങളെല്ലാം തന്നെ ആമസോണിലാണ് വാങ്ങിച്ചിട്ടുള്ളത്. ഞാൻ ഇതിൻ്റെയൊക്കെ പർച്ചേസിംഗ് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ ഇതിനാവശ്യമായ സാധനങ്ങളെല്ലാം തന്നെ ഞാൻ തലേ ദിവസം തന്നെ കഴുകി വെയിലത്ത് വെച്ചൊന്ന് ഉണക്കിയെടുത്തിട്ടുണ്ട്. എല്ലാം നമ്മളതിൻ്റെ വൃത്തിയിൽ ചെയ്യുന്നതാണ് നല്ലത്. ആദ്യം തന്നെ നമുക്ക് വേണ്ടത് ആശാളിയാണ്. ആശാളി ഞാൻ 1/2 കപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ 1/2 കപ്പ് ബദാം എടുത്തിട്ടുണ്ട്. 1/2 കപ്പ് അയമോദകം, മല്ലി, പിന്നെ ചക്കര, പനഞ്ചക്കര, കരിപ്പെട്ടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. എള്ള് വേണം. എള്ള് 1 കപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ ജീരകം 1/2 കപ്പ് എടുത്തിട്ടുണ്ട്. ഏലക്കായ, പട്ട, ഗ്രാമ്പു, കുറച്ച് കുരുമുളക്, ചുക്കുപൊടി എടുത്തിട്ടുണ്ട്. പിന്നെ 1/2 കപ്പ് കസ്കസ്, 1/2 കപ്പ് ഉലുവ, 1 കപ്പ് ഞവരേരി, 1 കപ്പ് മട്ടയരി, പിന്നെ കരിഞ്ജീരകം വേണം. കരിഞ്ജീരകം 1/2 കപ്പ് എടുത്തിട്ടുണ്ട്. ഇനി ഇതൊക്കെ നമുക്ക് അടികട്ടിയുള്ളൊരു പാത്രം ചൂടാക്കി അതിലിട്ടൊന്ന് വറുത്തെടുക്കണം. ഞാൻ ആദ്യം തന്നെ മട്ടയരിയും ഞവരയരിയും ഗോതമ്പും കൂടി ഒന്നിച്ചിട്ടാണ് വറുക്കുന്നത്. ഇതൊക്കെ വറുക്കാൻ ഏകദേശം ഒരേ സമയമാണ് വേണ്ടത്. അതുകൊണ്ടാണ് ഞാനിത് 3 ഒന്നിച്ചിട്ട് വറുക്കുന്നത്. നിങ്ങൾക്ക് സമയമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് 3 സെപ്പറേറ്റ് ആയിട്ട് തന്നെ വറുത്തെടുത്താൽ മതി. നല്ലതുപോലെ ഇതൊന്ന് വറുത്തെടുക്കണം. എന്നാൽ കരിഞ്ഞു പോകാനും പാടില്ല. നല്ല അടികട്ടിയുള്ള പാത്രം തന്നെ നോക്കിയെടുത്ത് നല്ല ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ നിങ്ങൾക്കിത് വറുത്തെടുക്കാം. ഇതിൻ്റെ പാകം എന്ന് പറയുന്നത് നമ്മൾ അരിയുണ്ടൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അരിയൊക്കെ വറുത്തെടുക്കില്ല. അപ്പോൾ ഒന്നും പൊരിഞ്ഞു വരില്ല അരി. ആ ഒരു പാകത്തിലാണ് നമ്മളിത് വറുത്തെടുക്കേണ്ടത്. ഇവിടെ ഇപ്പോൾ ഏകദേശമായി വന്നിട്ടുണ്ട്. ഇനി ഒരു 2-3 മിനിറ്റും കൂടി നമുക്ക് വേഗത്തിൽ തന്നെ ഇളക്കി കൊടുക്കാം. ഇവിടെ ഇപ്പോൾ അരിയൊക്കെ ഒന്ന് പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. അരിയും ഗോതമ്പൊക്കെ ഒന്ന് ചെറുതായിട്ട് പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു പാകം മതിയാവും. നമുക്കിതൊന്ന് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്കിത് വേറെ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. നിങ്ങൾ ഇത് ചെയ്യുമ്പോൾ എടുക്കുന്ന എല്ലാ പാത്രങ്ങളും തന്നെ ഒട്ടും വെള്ളമില്ലാത്തതായിരിക്കണം. നന്നായിട്ട് തുടച്ച് ഉണക്കിയെടുത്ത പാത്രം തന്നെ വേണം. വെള്ളമുണ്ടായാൽ പെട്ടെന്ന് ഇത് ചീത്തയായി പോകും. അപ്പം നമ്മളിത് പാത്രത്തിലേക്ക് മാറ്റിയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതേ പാത്രത്തിലേക്ക് 1/2 കപ്പ് ഉലുവ കൂടി ഇട്ട് ഒന്ന് വറുത്തെടുക്കാം. ഉലുവ ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ വറുത്ത് കൊടുക്കണം. പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മൾ ഇതിൽ ചേർക്കുന്ന ഒരു മരുന്ന് കൂട്ടുകളും കരിഞ്ഞു പോകാൻ പാടില്ല. കരിഞ്ഞു പോയാൽ അതിൻ്റെ ഗുണവും ടേസ്റ്റും ഒക്കെ നഷ്ടപ്പെടും. ഇവിടെ ഇപ്പോൾ ഉലുവയും ഏകദേശം ആയി വന്നിട്ടുണ്ട്. ഒരു 2 സെക്കൻഡ് കൂടി നമുക്കിത് ഇളക്കി കൊടുക്കാം. ഉലുവയും ഒക്കെ ഒന്ന് പൊട്ടി വരാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്കിനി ഈ ഉലുവയും മാറ്റി പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ ഇതേ പാത്രത്തിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന 1/2 കപ്പ് ജീരകം കൂടി ഇട്ട് ഒന്ന് വറുത്ത് കൊടുക്കാം. ജീരകമൊക്കെ പെട്ടെന്ന് തന്നെ നമുക്ക് വറുത്ത് കിട്ടും. അതുകൊണ്ട് നിങ്ങൾ സൂക്ഷിച്ച് നല്ലതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുക. ജീരകം ഇവിടെ പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്കിനി ഈ ജീരകം കൂടി അതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ജീരകമൊക്കെ ഗോൾഡൻ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. നമ്മൾ ഇതും കൂടി ആ പാത്രത്തിലേക്ക് മാറ്റി ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമ്മൾ ഇതേ ചൂടായ പാത്രത്തിലേക്ക് 1/2 കപ്പ് അയമോദകം കൂടി ഇട്ട് കൊടുക്കുകയാണ്. അയമോദകം നിങ്ങൾക്ക് സൂപ്പർ മാർക്കറ്റിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. അജ്വൈൻ എന്നാണ് ഇത് ഇംഗ്ലീഷിൽ ഇതിൻ്റെ പേര്. അപ്പോൾ നിങ്ങൾക്ക് ഓൺലൈനിലോ അങ്ങാടി കടകളിലോ സൂപ്പർ മാർക്കറ്റിലോ എവിടെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇത് വാങ്ങിക്കാം. അയമോദകം പെട്ടെന്ന് തന്നെ നമുക്ക് വറുത്ത് കിട്ടും. അതുകൊണ്ട് സൂക്ഷിച്ച് തന്നെ ഇത് ഇളക്കി കൊടുക്കുക. ഇവിടെ ഇപ്പോൾ ഏകദേശം ആയി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതും കൂടി പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം. ഇനി നമ്മൾ ഈ പാത്രത്തിലേക്ക് മല്ലിയാണ് ചേർത്ത് കൊടുക്കുന്നത്. മുഴുവൻ മല്ലിയാണ് ഇത്. ഏകദേശം ഒരു 1/4 കപ്പോളം വരുന്ന മുഴുവൻ മല്ലിയാണിത്. മല്ലി കൂടി ചേർത്ത് നമുക്ക് നല്ലതുപോലെ വറുത്തെടുക്കാം. മല്ലി ഇവിടെ നല്ലോണം വറുത്ത് വന്നിട്ടുണ്ട്. നമുക്കിനി മല്ലി കൂടി ഈ പാത്രത്തിലേക്ക് മാറ്റിയിട്ട് കൊടുക്കാം.
ഇനി നമ്മൾ ഇതിലേക്ക് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന 1/2 കപ്പ് ബദാം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ കാഷ്യൂ നട്ടും കൂടി ചേർക്കാം. ഞാനിപ്പോൾ ഇവിടെ ബാദാം മാത്രമേ ചേർക്കുന്നുള്ളൂ. ബാദാമും നല്ലതുപോലെ നമുക്ക് വറുത്ത് കൊടുക്കാം. ബാദാം നല്ലോണം ചൂടായി കഴിഞ്ഞാൽ ഇങ്ങനെ പൊട്ടി വരാൻ തുടങ്ങും. ഈ ഒരു പാകത്തിൽ നിങ്ങൾ ഇതും എടുക്കണം. ഇവിടെ ഇപ്പോൾ ഇതൊന്ന് പൊട്ടി വന്ന് ഇങ്ങനെ ഒരു ക്രാക്ക് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത്ര മതിയാവും. നമുക്ക് ഈ ബദാമും കൂടി ഈ പാത്രത്തിലേക്ക് മാറ്റിയിട്ട് കൊടുക്കാം. ഇനി നമ്മൾ ഈ പാത്രത്തിലേക്ക് കരിഞ്ജീരകമാണ് ഇട്ട് കൊടുക്കുന്നത്. ഞാൻ ഏകദേശം ഒരു 1/4 കപ്പിലും കുറച്ച് കൂടുതൽ അളവിൽ കരിഞ്ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്. കരിഞ്ജീരകം പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ നിങ്ങളിത് സ്പീഡിൽ ഇളക്കി എടുക്കണം. ഇവിടെ ഇപ്പോൾ കരിഞ്ജീരകം നല്ലോണം പൊരിഞ്ഞു വന്നിട്ടുണ്ട്. നമുക്കിനി ഇതും കൂടി പാത്രത്തിലേക്ക് മാറ്റിയിട്ട് കൊടുക്കാം. ഇനി ഈ നന്നായിട്ട് ചൂടായ ഈ പാത്രത്തിലേക്ക് നമ്മൾ ആശാളി ചേർത്ത് കൊടുക്കുകയാണ്. ആശാളി പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. ആശാളി നമുക്ക് ഒന്ന് വറുത്തെടുക്കാം. ആശാളി ഇവിടെ പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾ ആശാളി എല്ലാം പൊട്ടുന്ന വരെ വെയിറ്റ് ചെയ്യാൻ പാടില്ല. അപ്പോഴേക്കും മറ്റുള്ളതൊക്കെ കരിഞ്ഞു പോകും. ഏകദേശം ഇവിടെ ഇപ്പോൾ പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് തന്നെ നമുക്കിത് പാത്രം മാറ്റി കൊടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് 1 കപ്പ് എള്ളാണ് ഇട്ട് കൊടുക്കുന്നത്. കറുത്ത എള്ളാണ്. എള്ള് നിങ്ങൾക്ക് ഇഷ്ടമില്ലെന്നുണ്ടെങ്കിൽ വറുക്കാതെയും ചേർക്കാം. പക്ഷേ വറുത്ത് ചേർത്താൽ പെട്ടെന്ന് തന്നെ ഇതൊന്ന് പൊടിഞ്ഞു കിട്ടും. അതുകൊണ്ടാണ് ഞാനിവിടെ വറുക്കുന്നത്. എള്ളും ഇവിടെ ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എള്ളും ഈ പാത്രത്തിലേക്കൊന്ന് മാറ്റിയിട്ട് കൊടുക്കാം. ഇനി ഈ പാത്രത്തിലേക്ക് ഞാൻ കസ്കസാണ് ചേർത്ത് കൊടുക്കുന്നത്. 1/4 കപ്പ് അളവ് വരുന്ന കസ്കസാണ് ചേർത്ത് കൊടുക്കുന്നത്. കസ്കസിന് പോപ്പി സീഡ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് സൂപ്പർ മാർക്കറ്റിൽ അവൈലബിൾ ആയിരിക്കും. കസ്കസും നമുക്കൊന്ന് വറുത്ത് കൊടുക്കാം. എല്ലാം നിങ്ങൾ സ്പീഡിൽ തന്നെ ചെയ്യണം, അല്ലെങ്കിൽ എല്ലാം ഒന്ന് കരിഞ്ഞു പോകും. ഇതിപ്പോൾ കസ്കസും ഇവിടെ ഇപ്പോൾ വറുത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതും കൂടി പാത്രത്തിലേക്ക് മാറ്റിയിട്ട് കൊടുക്കാം. ഇനി ഈ ചൂടായ പാത്രത്തിലേക്ക് ഞാനൊരു 4 ഏലക്കായും 2 ചെറിയ കഷ്ണം കറുവാപ്പട്ടയും കുറച്ച് കുരുമുളകും കൂടി ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. പെട്ടെന്ന് പൊടിഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ചൂടാക്കി എടുക്കുന്നത്. നിങ്ങൾ ഒരിക്കലും കുരുമുളകിൻ്റെ പൊടിയൊന്നും ചേർക്കരുത്. മുഴുവൻ കുരുമുളക് തന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ചുക്ക് പൊടിയും 2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം. നിങ്ങൾ ചേർക്കുമ്പോൾ നാടൻ മഞ്ഞൾപ്പൊടിയും ചുക്ക് പൊടിയും തന്നെ ചേർക്കണം. കടയിൽ നിന്ന് വാങ്ങിച്ച പാക്കറ്റിൽ വരുന്ന മഞ്ഞൾപ്പൊടിയൊന്നും ചേർക്കരുത്. നമ്മളിത് മരുന്ന് കൂട്ടാണ്. അതുകൊണ്ട് തന്നെ എല്ലാം ശുദ്ധമായത് തന്നെ ചേർക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇവിടെ ഇപ്പോൾ ഏകദേശം ഇത് വറുത്ത് കൊടുത്ത് ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. നമുക്കിനി ഈ പൊടികളും കൂടി നമ്മുടെ വറുത്ത് വെച്ച മരുന്ന് കൂട്ടിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മരുന്ന് കൂട്ടുകളെല്ലാം നമ്മൾ വറുത്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇവയെല്ലാം നമുക്ക് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എല്ലാ മരുന്നും എല്ലാ സൈഡിലും എത്തവണ്ണം നല്ലവണ്ണം നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഒരു 5 മിനിറ്റ് ഇതൊന്ന് ഏകദേശം തണുക്കാൻ വേണ്ടി വെക്കാം. നല്ലോണം തണുത്തു പോരുത്. ഒരു ചെറിയ ഇളം ചൂടോട് കൂടി തന്നെ നമുക്ക് മിക്സിയിലിട്ട് പൊടിച്ചാലേ പെട്ടെന്ന് എല്ലാം തന്നെ പൊടിഞ്ഞു കിട്ടുള്ളൂ. അപ്പോൾ ഒരു 5 മിനിറ്റോളം നമുക്കൊന്നിത് മാറ്റി വെക്കാം. ഇപ്പോൾ ഏകദേശം തണുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു മിക്സിയുടെ ജാർ എടുത്ത് അതിലേക്ക് കുറേശ്ശെ ഇട്ട് പൊടിച്ചെടുക്കാം. നിങ്ങൾ എല്ലാം കൂടെ ഒന്നിച്ചിട്ട് പൊടിക്കാൻ പാടില്ല. അപ്പോൾ നല്ലോണം പൊടിഞ്ഞ് കിട്ടില്ല. കുറച്ചായി ഇട്ട് നമുക്ക് ഒരു ബാച്ചായി ഇത് പൊടിച്ചെടുത്ത് വരാം. ഇതിപ്പോൾ നല്ലതുപോലെ ഒന്ന് പൊടിഞ്ഞ് വരണ്ട. ഇവിടെ ഇപ്പോൾ കണ്ട ഏകദേശം ഒരു തരിതരിപ്പായിട്ട് ഞാനിങ്ങനെ പൊടിച്ചെടുത്തിട്ടുണ്ട്. എങ്കിലും നമ്മൾ ഉണ്ട കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാകും. നല്ലോണം പൊടിഞ്ഞു പോകരുത്. ഇനി നമുക്കിത് പാത്രത്തിലേക്ക് മാറ്റിയിട്ട് കൊടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കണം, നല്ല തുടച്ച് ഒട്ടും വെള്ളമില്ലാത്ത പാത്രത്തിൽ തന്നെ ഇട്ട് കൊടുക്കണം. അപ്പോൾ ഞാൻ എല്ലാ മരുന്നും ഇതുപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഇത് കുപ്പിയിലിട്ട് വെക്കാം. നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള പ്രത്യേകിച്ച് ചില്ലുകുപ്പി തന്നെ ഇട്ട് വെക്കാൻ ശ്രദ്ധിക്കുക. ഈ പൊടി നിങ്ങൾക്ക് അങ്ങനെ മാറ്റി വെക്കാം. ഇനി നിങ്ങൾക്ക് ആവശ്യമുള്ളപ്പോൾ ഇതിന്ന് അത്യാവശ്യം പൊടിയെടുത്ത് ഉണ്ടകളാക്കി എടുക്കാം. അപ്പോൾ ഞാൻ ഇതിൻ്റെ പകുതി മാറ്റി വെച്ചിട്ട് പകുതിയാണ് ഞാൻ ഉണ്ടയാക്കാൻ എടുക്കുന്നത്. അതിനായിട്ട് ഞാനിവിടെ ഏകദേശം ഒരു 200 ഗ്രാമിലധികം വരുന്ന ചക്കര ഞാനിവിടെ ഒന്ന് കത്തി വെച്ച് ചീകി എടുത്തിട്ടുണ്ട്. നിങ്ങൾ കരിപ്പെട്ടി ചക്കര തന്നെ ഉപയോഗിക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ വെല്ലമൊക്കെ ചേർക്കാൻ പാടുള്ളൂ. കരിപ്പെട്ടിയാണ് ഏറ്റവും നല്ല ഔഷധം. അപ്പോൾ നമുക്ക് ഒരു തേങ്ങ കൂടി ചിരകി എടുത്തിട്ടുണ്ട്. ഇനി നമ്മളൊരു മിക്സിയുടെ ജാർ എടുത്ത് അതിലേക്ക് ഈ ചിരകിയ തേങ്ങയും ഈ ചീകി വെച്ചിട്ടുള്ള കരിപ്പെട്ടി ചക്കരയും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സിയിൽ അടിച്ചെടുത്തിട്ട് വരാം.
കരിപ്പെട്ടി ചക്കരയോ അല്ലെങ്കിൽ നാട്ടു ചക്കരയോ തന്നെ ഇതിലേക്ക് ചേർക്കാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതൊന്നും കിട്ടിയില്ലെങ്കിൽ അവസാനത്തെ ഓപ്ഷനായിട്ട് മാത്രമേ നിങ്ങൾ നമ്മുടെ വെല്ലം, ശർക്കര എന്ന് പറയുന്ന നമ്മുടെ വെല്ലം എടുക്കാൻ പാടുള്ളൂ. അപ്പോൾ ഇവിടെ നല്ലതുപോലെ ഇതൊന്ന് അരഞ്ഞു വന്നിട്ടുണ്ട്. നല്ല കുഴഞ്ഞ പോലെ ഇത് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഈ പാത്രത്തിലേക്ക് പകുതി പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. ബാക്കി പകുതി ഞാൻ എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിലേക്ക് മാറ്റി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ അടിച്ചു വെച്ച തേങ്ങയും ഈ കരിപ്പെട്ടിയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ആദ്യത്തെ ബാച്ച് ഞാനിവിടെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി അടുത്ത ബാച്ച് ശർക്കരയും തേങ്ങയും കൂടി അടിച്ചതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നല്ല നെയ്യ് ആവശ്യമാണ്. നെയ്യ് ഏകദേശം ഒരു 4 ടേബിൾ സ്പൂണോളം ഞാൻ എടുത്തിട്ടുണ്ട്. 4 ടേബിൾ സ്പൂണോളമുള്ള ശുദ്ധമായ നെയ്യ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് ഇനി നമുക്ക് നല്ലതുപോലെ ഇതൊക്കെ ഒന്ന് കുഴച്ചെടുത്തിട്ട് നല്ല ഉരുളകളാക്കി എടുക്കണം. ഈ നെയ്യും മരുന്നുകൂട്ടുകളും കരിപ്പെട്ടിയും തേങ്ങയും ഒക്കെ എല്ലായിടത്തും മിക്സ് ആവുന്ന പോലെ നല്ല പോലെ നമ്മൾ കൈവച്ച് തന്നെ ഇതൊന്ന് കുഴച്ചു കൊടുക്കണം. എങ്കിലേ എല്ലാം കൂടി നല്ലപോലെ മിക്സായി കിട്ടുകയുള്ളൂ. ഇവിടെ ഇപ്പോൾ എല്ലാം തന്നെ നല്ലതുപോലെ മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കൈ ഒന്ന് കഴുകി കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല ഷേപ്പിൽ ഉരുളകൾ ഉരുട്ടിയെടുക്കാൻ പറ്റില്ല. ഞാൻ കൈ ഒന്ന് കഴുകി നല്ലതുപോലെ ഉണക്കി എടുത്തിട്ടുണ്ട്. ഇനി കൈയിലേക്ക് കുറച്ച് നെയ്യ് കൂടി ചേർത്ത് നമുക്കിതൊന്ന് ബോൾസ് ആക്കി ഉരുട്ടിയെടുക്കാം. ഏകദേശം ഒരു മീഡിയം സൈസിലുള്ള ബോൾസ് ആക്കി എടുത്താൽ മതി. നമുക്ക് ഓരോ ദിവസവും ഈ 1-2 ബോൾസ് വീതം കഴിക്കണം. അപ്പോൾ അതിനനുസരിച്ചുള്ള പാകത്തിലുള്ള ഉരുളകളാക്കി എടുക്കണം. നല്ല ചെറിയ ഉരുളകളാക്കി എടുക്കരുത്. ഏകദേശം ഈ ഒരു സൈസിലുള്ള ഉരുളകളാക്കി എടുത്തിട്ടുണ്ട്. ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് ഉരുട്ടിയെടുക്കാൻ പറ്റും. ഈ തേങ്ങയും കരിപ്പെട്ടിയൊക്കെ നല്ല മെൽട്ടായി വന്നിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് ഉരുളകളാക്കി എടുക്കാൻ പറ്റും. ഞാൻ ഇതേപോലെ എല്ലാം തന്നെ ഒന്ന് ഉണ്ടയാക്കി എടുക്കുകയാണ്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ ഇതിനായി ഉപയോഗിക്കുന്ന എല്ലാ പാത്രങ്ങളിലും ഒട്ടും തന്നെ വെള്ളം ഉണ്ടാവാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് ഇതിൽ പൂപ്പൽ വന്നു പോകും. ഇനി ഇവിടെ ഇപ്പോൾ എല്ലാ ഉരുളകളും ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു എയർ ടൈറ്റ് ആയിട്ടുള്ള ചില്ല് കുപ്പിയിൽ ഇട്ട് നിങ്ങൾക്ക് സൂക്ഷിച്ചു വെക്കാം. എന്നിട്ട് എല്ലാവരും ദിവസവും 1-2 ഉരുളകൾ വീതം കഴിക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇത് ഏകദേശം ഒരു 3-4 ദിവസം വരെയൊക്കെ കേടുകൂടാതെ ഇരിക്കും. മാക്സിമം ഒരാഴ്ച വരെയൊക്കെ കേടുകൂടാതെ ഇരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് പുറത്തെടുത്ത് കുറച്ച് സമയം കഴിഞ്ഞിട്ടും കഴിക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള മരുന്നുണ്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇത് തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ കർക്കിടക കഞ്ഞി പോലെ തന്നെ ഈ മരുന്നുണ്ടയും എല്ലാവരും ദിവസവും കഴിച്ചിട്ടുണ്ടായിരിക്കണം. ഞാനൊരു ഉലുവ കഞ്ഞിയുടെ റെസിപ്പി നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. മരുന്ന് കഞ്ഞിയുടെ റെസിപ്പി ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. നമ്മൾ ഇതിൽ ചേർത്തിട്ടുള്ള പച്ചമരുന്നുകളുടെ ഒക്കെ കയ്പ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിലേക്ക് മട്ടയരി ഞവരരി ഒക്കെ ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ഇതിന് കയ്പൊന്നുമില്ല. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും തീർച്ചയായും ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പി തന്നെയായിരിക്കും ഇത്. അപ്പോൾ എല്ലാവരും മരുന്നുണ്ടയും മരുന്ന് കഞ്ഞിയും ഉലുവ കഞ്ഞിയും ഒക്കെ കുടിച്ച് നല്ല ഹെൽത്തി ആയിരിക്കുക. ഈ സമയം നമ്മുടെ ആരോഗ്യം നല്ലതുപോലെ കാത്തുരക്ഷിക്കേണ്ട ഒരു സമയമാണ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് വീണ്ടും ഒരു കർക്കിടകം സ്പെഷ്യൽ റെസിപ്പിയുമായിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.